ഏത് കടലും കടന്ന് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തവർ തന്നെയാണ് മലയാളികൾ എന്ന ഒരു സിനിമാ ഡയലോഗ് പോലെ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആ ചെറുപ്പക്കാരൻ 25-ാം വയസ്സിൽ ദുബായിൽ ഒരു റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം പടുത്തുയർത്തിയത് ബുർജ് ഖലീഫ മുതൽ എമിറേറ്റ്സ് ലിവിംഗ് വരെയുള്ള പ്രോപ്പർട്ടികൾക്ക് വില പറഞ്ഞായിരുന്നു. സ്കൂൾ പഠനകാലത്ത് ഇംഗ്ലീഷ് അക്ഷരമാലിയിലെ വവ്വൽസ് അറിയില്ലെന്നും തോൽവിയാകുമെന്നും വിധിയെഴുതിയ ടീച്ചർമാർ ഇന്നവൻ ചെയ്യുന്ന കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ കണ്ട് മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ടാവും. കഷ്ടപ്പെട്ട് ദുബായിലെത്തി മാസങ്ങളോളം അലഞ്ഞ് ഒരു ഷെയർ മാർക്കറ്റ് കമ്പനിയിൽ സെയിൽസ് ജോലിക്കാരനായി തുടങ്ങി. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സ്കില്ലായ കച്ചവടമാണ് തന്റെ പാഷൻ എന്ന് മനസ്സിലാക്കി ജോലിക്ക് ചെന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലെ മാനേജർ പോലും വില നൽകാതെ പുച്ഛിച്ചു തള്ളിയ ആ പയ്യൻ പണിയെടുക്കുന്നവന്റെ പടച്ചോനായി ദുബായിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി ചെന്നെത്തിയത് അതേ കമ്പനിയിലെ ഹെഡ് ഓഫ് സെയിൽസ് എന്ന പോസ്റ്റിലേക്കായിരുന്നു. ഇന്ന് അയാൾ കണ്ണു തുറക്കുമ്പോൾ മണലാരണ്യത്തിലെ ഓരോ കെട്ടിടത്തിലും സാധ്യതകളുടെ ഒരു ലോകം ദുബായ് അയാൾക്ക് മുന്നിൽ തുറക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം തന്റെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണ്. യെസ്, ദ നെയിം ഈസ് അമാൻ. ഒരു തിരുവനന്തപുരംകാരൻ മലയാളി ദുബായ് റിയൽ എസ്റ്റേറ്റ് ലോകത്ത് രചിക്കുന്ന അവന്റേതായ കഥ.